അല്ല എന്നിട്ട് ഭാര്യയായിട്ട് എന്താ പ്രശ്നം പറഞ്ഞു? ഒന്നും പറയണ്ടടാ, ഓക്ക് എന്നെ ഭയങ്കര സംശയ. സംശയോ? എൻ്റെ കാര്യത്തിൽ എന്ത് സംശയിക്കേ? ഒക്കെ അല്ലേ. ഇയാളെ മക്കറാക്കാൻ വന്നാ? അല്ല അങ്ങനെ പറഞ്ഞല്ല. അല്ല എന്നിട്ട് എന്താ പ്രശ്നം എന്ന് പറയും. എടാ, സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ കിടക്കണ കാറില്ലേ, അത് സ്ത്രീധനം കിട്ടിയതാണോ ഓൾ അച്ഛൻ വാങ്ങി തന്നാണോ? എനിക്കറിയാം. അതിൽ പോക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ അങ്ങനെ നിർബന്ധം പിടിച്ചാൽ ശരിയാകും. ശരിയല്ലല്ലോ. അങ്ങനൊന്നും ഒരിക്കലും പറ്റില്ല. ഇടയ്ക്കിപ്പം നമുക്ക് നമ്മളെ കമ്പനിക്കാരൻ്റെ ഭാര്യമാരൊക്കെ കൊണ്ടുപോകേണ്ടി വരും. ഏത് കമ്പനിക്കാരൻ്റെ ഭാര്യമാരെല്ലാം കൊണ്ടുപോകേണ്ടി വരുമല്ലോ ഭാര്യമാരൊക്കെ. അല്ല ഈ കമ്പനിക്കാരൻ്റെ ഭാര്യ ഒറ്റക്കാണ്, അല്ലെ ഈ കമ്പനിക്കാരനോട് ഉണ്ടാവുന്നുണ്ടോ കാറിൽ? അല്ല, അതിപ്പോൾ ഈ അറിയേണ്ട കാര്യം എന്താ ഉള്ളത്? ഞാൻ അറിയേണ്ട കാര്യമില്ല. ഈ അറിയേണ്ട കാര്യമില്ല, ഓളും അറിയേണ്ട കാര്യമില്ല. ഓള് അറിയേണ്ട കാര്യമില്ല. ഇതൊക്കെയാണ് പ്രശ്നം. എന്നിട്ടിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പ്രശ്നം എന്താ? ലേറ്റസ്റ്റ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു മുടിയാ. മുടിയോ? ആ, പിന്നെ മുടി. ധന്യ ധന്യ, ആ ചായയല്ലേ, ഞാനിപ്പൊ കൊണ്ടുവരാ. ഇത് നോക്കണം, മുടി ഇതിനകത്ത്. മുടിയോ? ഇതെന്റെ മുടിയല്ല. ഇത് എന്റെ മുടി. എന്റെ മോളെ എഴുതി വെച്ചിരിക്കണല്ലോ എന്റെ മുടിയല്ല. ഇതെന്റെ മുടിയല്ല, ഞാൻ നന്നായി ശ്രദ്ധിച്ചിട്ടാ പാചകം ചെയ്യുന്നത്. ഇത് എന്റെ മുടിയല്ല. പിന്നെ എന്റെ മുടിയാണ്. അത്ര നീളമുള്ള മുടി അണക്കല്ലേ ഉള്ളൂ. ഇത്ര നീളം, അത്യാവശ്യം നീളമൊക്കെ നിങ്ങളെ മുടിക്കുണ്ട്. ഇത് നോക്ക്, ഇത് എന്റെ മുടിയൊന്നല്ല. ഇത് ഈ വീട്ടിൽ നിന്ന് എന്നും മുടി ഇട്ട് കണ്ടോ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഒരു കുപ്പി ബ്രാൻഡിൽ നിന്നാണ് ഇത്രയും നീളമുള്ള മുടി കിട്ടുന്നത് വിചാരിക്കാം. നിങ്ങൾ എന്താ ചെയ്യാ? അത് മാറ്റി വെച്ചിട്ട് കുടിക്കില്ലേ? അത് പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനമാണല്ലോ. ഇതൊന്നും എടുത്ത് മാറ്റാ, എന്നിട്ട് കഴിക്കാം. ബ്രാൻഡ് ഇതായിട്ട് കമ്പയർ ചെയ്യല്ലേ? ഇത് എന്നും ഇതിനകത്ത് കിട്ടാണല്ലോ. എന്റെ മുടിയെല്ലാം ഈ അങ്ങോട്ട് ഉറപ്പിച്ച് പറയാണല്ലോ. എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എന്റെ മുടിയല്ല. എനിക്ക് വേണ്ടെന്നൊരു ഭക്ഷണം. എന്നാ നിങ്ങൾക്ക് കഴിച്ചാൽ എന്താ? ആ മുടി എന്നെ മാറ്റി വെച്ചിട്ട് കഴിച്ചൂടെ? മുടി ഇങ്ങനെ മാറ്റി വെച്ച് കഴിക്കാനാ ഞാൻ എന്നും ഇങ്ങനെ മാറ്റി വെച്ച് കഴിക്കേണ്ടി വരും. അമ്മേ, കഴിഞ്ഞ ആഴ്ചയല്ലേ ഒരു മുടി കിട്ടിയത്, പിന്നെ അതിന് ശേഷമല്ലേ ഇപ്പൊ കിട്ടുന്നേ? ഇത് ആഴ്ചക്ക് വരാതെ എന്താ വീക്കിലിയോ? അതെടുത്ത് മാറ്റി വെച്ചിട്ട് കഴിക്കാൻ നോക്ക് സുധീഷേട്ടാ. എനിക്കണ്ട, ഞാൻ നിന്റെ തറവാട്ട് പോയി കളിച്ചോ. ഞാനേ തറവാട്ട് പറഞ്ഞോനാ. തറവാട്ട് പറഞ്ഞ എന്നെ കൂടെ പറയിപ്പിക്കണ്ട. 2 ഓലചാരിയ വീടല്ലായിരുന്നോ തറവാടെന്ന് പറയുന്നേ? ഞാൻ കയറി വരുമ്പോ ഇപ്പൊ വലിയ കേമത്തിലായെങ്കിലും ഒരു തറവാട്ടുമായി അപ്പം കഴിച്ചാൽ മതി. ഫുള്ള് നെഗറ്റീവാണല്ലോ പേപ്പറിലൊക്കെ. സുധീഷേട്ടാ, ഇതെന്താ ഷർട്ട്? അതല്ല, ഇതിന്റെ മുകളിൽ മുടിയാണ് ചോദിച്ചത്. മുടി അതന്നെ എനിക്ക് മറ്റേ ഫുഡ് കിട്ടിയ മാതിരി അണ്ട തലയിൽ തേക്കൂ. എന്റെ മുടി ഞാൻ കളർ ചെയ്തിട്ടില്ല, ഇത് കളർ ചെയ്ത മുടിയാണ്. ഇതെന്റെ മുടിയല്ല. അതും ഇവിടെ ഇന്ത്യക്കാരല്ലേ ഇവിടെ പെയിന്റിന് പണിക്കുന്നേ. ഓന്റെ തലയിലും പെയിന്റ് ആയതായിരിക്കും. ഉരുളണ്ട, ഇത് ഏതോ പെണ്ണിന്റെ മുടിയാ. സത്യം പറഞ്ഞോ, ഇത് ആരുടെ മുടിയാ? പെണ്ണിന്റെ മുടിയാന്ന് അതിന്റെ ഉള്ള എഴുതി വെച്ചിക്കണോ? സുധീഷേട്ടാ, ഈയിടെയായിട്ട് സ്വഭാവത്തിലുള്ള വ്യത്യാസമൊക്കെ ഞാൻ നന്നായി ശ്രദ്ധിക്കുന്നതാ. എനിക്ക് ഉറപ്പാണ് ഇതൊരു പെണ്ണിന്റെ മുടി തന്നെയാണ്. ഏത് പെണ്ണിന്റെ മുടി? എന്താ അങ്ങനെ പറയണേ? നിങ്ങളൊന്നും പറയണ്ട, നിങ്ങൾ എന്നെ കുറെ കാലമായിട്ട് ചതിച്ചോണ്ടിരിക്കുക. സൗണ്ട് വെച്ച് ഇങ്ങനെ ചീത്ത പറയല്ലേ, ആൾക്കാർ കേൾക്കും. ആൾക്കാർ കേൾക്കുന്നതല്ലേ ചതിയാ. ഇനി ഒരു നിമിഷം ഈ വീട്ടിൽ ഞാൻ നിൽക്കില്ല. ഈ ചെയ്ത് കൂട്ടുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇത് എങ്ങനെ വന്നതാണ് എനിക്ക് അറിയില്ല. അല്ല, എനിക്ക് ഉറപ്പാ നിങ്ങൾ എന്നെ ചതിക്കരുത്. ഇത്രയും കാലം ഈ മുടി ഒരു പെണ്ണിന്റെ മുടി തന്നെയാണ്. എന്തിനും ഇനി മേലാല് ഈ വീട്ടിൽ ഇനി ഞാൻ നിൽക്കില്ല. ഇതോടെ തീർന്നു. നിങ്ങളും ഞാനും തമ്മിലുള്ള ബന്ധം ഇതോടെ തീർന്നു. ഇനി എന്നെ ധന്യെന്ന് വിളിച്ച് നിങ്ങൾ വന്നു പോരുത്. അപ്പൊ അങ്ങനാണ് പ്രശ്നം. അങ്ങനെയൊക്കെയാണ് പ്രശ്നം. അനക്ക് ഓളെ മുടി ഭക്ഷണത്തിൽ നിന്ന് കിട്ടി, ഓൾക്ക് വേറെ ആരുടെയോ മുടി എൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺ വന്നും കിട്ടി. അതൊരു ചോന്ന കളറുള്ള മുടി. എന്താ വേറെന്തെയാണോ ഓളെന്നാണ്ട് പറഞ്ഞാണ്ട് സമർത്ഥിച്ചാൽ മതി. അതും പറ്റൂലല്ലോ. ആ പ്രശ്നമാക്കണ്ട, ഒക്കെ റെഡിയാവും കേട്ടോ. ഞാൻ പോട്ടടാ, എനിക്ക് പോയിട്ട് ചെറിയ പരിപാടി ഉണ്ട്. ടെൻഷൻ അടിക്കണ്ട, ഒക്കെ റെഡിയാവും. എല്ലാ ഇതിലും ഉണ്ടടാ പ്രശ്നമോ. എനിക്കറിയില്ല എൻ്റെ പുറയല്ല ഒന്നിനെ പറയുമ്പോൾ ഓക്ക് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ടെന്താ ഓളെ ശമ്പളം മൊത്തം ഓള് കണ്ട ബ്യൂട്ടി പാർലറും മറ്റും കൊണ്ട് ചിലവാക്കുക. ഓരോ ഫേഷ്യൽ, മറ്റേ മാങ്ങാത്തൊലി, പണ്ട് മുടിയൊക്കെ ചോപ്പിച്ച് ഇങ്ങനെ കോൾ ചെയ്യണ്ടേ?
ആ അതെ ഹലോ ഈയിടല്ലേ കുറേ 2 മണിക്കും ഇല്ലേ ആ അല്ല ഈയേ മറ്റേ സുധീഷിൻ്റെ ഒപ്പം ഇങ്ങനെ കാറ് കയറിന് കയറിയിട്ടുണ്ട് 3-4 തവണ വീട്ടിൽ കൊണ്ട് വിട്ടിട്ടുണ്ടെന്നോ ഞാനേ ഇപ്പം വിളിക്കാം ഒന്നുമില്ല വിളിക്കാം ശരി ശരി ആ എന്തേ നായിൻ്റെ മോനെ എടാ ഈ എന്നെങ്കിലും ഇന്നെ ഒന്ന് എൻ്റെ കാറിൽ എൻ്റെ വീട്ടിൽ കൊണ്ട് വിട്ടുക്കണോ അല്ല അതല്ല അല്ല ഞാൻ പറയട്ടെ എന്താ സംഭവം വെച്ചാലേ വിട്ടില്ലല്ലേ എൻ്റെ പിന്നെ ആ ചോന്ന മുടിൻ്റെ ആളില്ലേ അത് ഞാൻ കണ്ടു കേട്ടാ ആരാന്നില്ലേ അറിഞ്ഞിക്കണ് ബാക്കി ഞാൻ ആടെ പോയി കൊടുത്തോളാം എടാ അതല്ല ഞാൻ പറയട്ടെ നോക്ക് ശരിയായി തരടാ എടാ അതല്ല ഞാൻ പറയട്ടെ സംഭവം എല്ലാത്തിനും ശരിയായി തരാം അല്ല നോക്ക് പിന്നെ വേറൊരു കാര്യം പറയിപ്പിക്കണ്ട എന്നോട് എടാ എന്നറിയോ ഓൾ ദി ബെസ്റ്റ് ബെസ്റ്റാ കേട്ടില്ല അങ്ങനെ എൻ്റെ കുടുംബം മാത്രമല്ലല്ലോ പ്രശ്നത്തിൽ ഒരു സമാധാനം